നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മകയിരം നക്ഷത്രം ഇടവൻ രാശിയിലും മിഥുനൻ രാശിയിലുമായി വരുന്ന മകയിരം നക്ഷത്രക്കാർക്ക് 2025 എങ്ങനെയായിരിക്കും, ഇവരുടെ പൊതുവായ സ്വഭാവം എന്തൊക്കെ എന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മകയിരം നക്ഷത്രം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയുള്ളവരായിരിക്കും. കൈകൾക്ക് പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും. തലമുടി പെട്ടെന്ന് നരയ്ക്കുന്ന പ്രകൃതമായിരിക്കും. വശീകരണ ശേഷിയുള്ള പെരുമാറ്റമായിരിക്കും. ആർദ്രതയും സന്തോഷകരമായ പെരുമാറ്റവും പ്രകടിപ്പിക്കും. ഏത് കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കും. ബുദ്ധിശക്തിയും നയചാതുര്യവും ജന്മസിദ്ധമായിരിക്കും. നയപരമായി പെരുമാറാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് ഉപദേശിക്കുമെങ്കിലും ആഡംബരപ്രഭവും ജീവിത സാഹചര്യങ്ങൾ മൂലവും പലവിധ ബാധ്യതകളിൽ നട്ടം തിരിയാൻ ഇവർക്ക് ഇടവരും. ആരെയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ശ്രദ്ധയോടെ കേൾക്കുമെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കുകയില്ല. സ്വന്തം ഇഷ്ടാനിഷ്ടം അതനുസരിച്ച് മാത്രമേ പെരുമാറുകയുള്ളൂ. സമാധാനപ്രിയരും ധൈര്യശാലിയുമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഭീരുത്വവും സമചിത്തതയില്ലാത്ത സ്വഭാവവുമായിരിക്കും. അടിയുറച്ച ഈശ്വര വിശ്വാസം ജീവിതത്തിലുടനീളം പുലർത്തും. സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നും പറയത്തക്ക ഗുണമൊന്നും ഉണ്ടാകാനിടയില്ല. സഹോദരങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ തന്നെ വന്നേക്കാം. ആരെയെങ്കിലും വിശ്വസിച്ചാൽ അവരെ പൂർണ്ണമായി വിശ്വസിക്കുക നിമിത്തം ജീവിത പരാജയം ഉണ്ടാകാൻ ഇടയുണ്ട്. ബാല്യകാലം മുതൽ 30 വയസ്സോളം പലവിധ കഷ്ടപ്പാടുകളിൽ കൂടി കടന്നുപോകും. പലവിധ കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും അനുഭവിച്ചതിന് ശേഷം ആരോഗ്യത്തിന് വരെ അല്പം ബുദ്ധിമുട്ടുകളും ശരീര അസ്വാസ്ഥ്യവും അനുഭവിച്ചതിന് ശേഷം മാതാവിൽ നിന്നും വേർതിരിഞ്ഞ് പലവിധ ഗുണങ്ങളും ഉണ്ടാവും. ശരിയായ കൂട്ടുകെട്ടുണ്ടായില്ലെങ്കിൽ ജീവിതം തകരാനിടയാവുന്നതിനാൽ പുതിയ കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാവുന്നു. മാതാവിനെ പിരിയുമ്പോൾ മാതൃതുല്യ സ്നേഹം തരുവാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുമ്പോൾ അതിൽ കളങ്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിഷ്കളങ്ക സ്വഭാവവും സ്വതന്ത്ര ബുദ്ധിയുമായിരിക്കും. ജീവിത പങ്കാളിക്ക് ആരോഗ്യക്കുറവും അഭിപ്രായ ഭിന്നതയും മൂലം ദാമ്പത്യ ജീവിതം അത്ര സുഖകരമാവില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വഴക്കിൽ കലാശിക്കാൻ ഇടവരും. ഭാര്യാ സഹോദരന്മാരിൽ നിന്നും മറ്റു പലവിധ ഗുണാനുഭവങ്ങളും അല്പം കഷ്ടതകളും വന്നു ചേരാം. ഭാര്യാ സഹോദരന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഐശ്വര്യവും വന്നു ചേരാം. രത്നം, പുഷ്പം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ ബിസിനസ് ഗുണകരമായിരിക്കും. മറ്റു ബിസിനസ്സുകളിലും പോലീസ്, പട്ടാളം, കാറ്ററിംഗ് എന്നീ മേഖലകളിലും പ്രവർത്തന വിജയം ഉണ്ടാകും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വീടും പരിസരവും ശരീരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നവരായിരിക്കും. സൗന്ദര്യവും വാക്കിലും പ്രവൃത്തിയിലും മാന്യമായ പെരുമാറ്റം ഉണ്ടാകും. മനസ്സുഖം കുറഞ്ഞിരിക്കും. പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതുകൊണ്ട് പൊതുവെ സുഖജീവിതമായിരിക്കും ഇവർ നയിക്കുക. ചൊവ്വാദശയിലാണ് ഇവരുടെ ജനനം. മകയിരത്തിന്റെ ആദ്യപാതി ഋഷഭരാശിയിൽ, അതായത് ഇടവൻ രാശിയിലും അവസാന 2 പാദം മിഥുനൻ രാശിയിലുമായിട്ടാണ്. എന്തായാലും മിഥുനൻ രാശിയിലേക്കുള്ള വ്യാഴമാറ്റവും അതുപോലെ തന്നെ മിഥുനൻ രാശിക്കാർക്ക് വരുന്ന കണ്ടകശനി, ഋഷഭരാശിക്കാരുടെ കണ്ടകശനി മാറുകയും ഋഷഭരാശിയിലുള്ള മകയിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുകയും ചെയ്യും. അത് അല്പം കർമ്മരംഗത്ത് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വരുന്നു ചേരും. എന്നിരുന്നാൽ തന്നെ വ്യാഴമാറ്റം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പൊതുവെ പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിക്കുന്നതും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും.
ചൊവ്വാഴ്ചകളിൽ ഭദ്രയ്ക്ക് ഗുരുതിക്കൂട്ട് സമർപ്പിക്കുന്നത്, ഗുരുതി പൂജ നടത്തുന്നത് ഒക്കെ വളരെ നല്ലതായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീര് അഭിഷേകം കഴിക്കുന്നതും നന്നായിരിക്കും. പൊതുവെ പറഞ്ഞാൽ 2025 ഇവർക്ക് എങ്ങനെയായിരിക്കും? ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇടവൻ രാശിക്കാർക്കുള്ളത്. കണ്ടകശനി മാറി വ്യാഴമാറ്റം വ്യാഴം 2ലേക്ക് വരുന്നതോടുകൂടി പൊതുവെ വൃഷഭരാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ മിഥുനൻ രാശിയിലുള്ള മകര നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ കൂടി അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എന്തായാലും ഈ വർഷം മുഴുവൻ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും ആത്മനിയന്ത്രണത്താലും സൗമ്യ സമീപനത്താലും അർപ്പണ മനോഭാവത്താലും എല്ലാ കഷ്ടതകളെയും മറന്ന് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരവും അന്തിമ നിമിഷത്തിൽ അനുഭവയോഗ്യമാകും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആശ്വാസവചനവുമായി ആരെങ്കിലും വരികയും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുകയും ചെയ്യും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും. വിദഗ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും അസുഖത്തെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പുത്രന്റെ സമീപനത്തിൽ ആശങ്ക വർദ്ധിക്കും. ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര അത് ചിലപ്പോൾ നല്ല ഫലങ്ങൾ നൽകിയേക്കാം. പുത്രന്റെ കുടുംബ സംരക്ഷണ ചുമതലയിൽ ആശ്വാസം തോന്നും. ഉദ്യോഗത്തോടനുബന്ധിച്ച് പല വിധത്തിലുള്ള കഷ്ടതകളും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഉയർന്ന ഉദ്യോഗം ഉപേക്ഷിച്ചോ ഉപരിപഠനത്തിന് ചേരുന്നത് ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും. പുരോഗതിയില്ലാത്ത ഗ്രഹം വിൽപ്പന ചെയ്ത് പുതിയ ഗ്രഹം വാങ്ങുവാൻ ശ്രമിക്കും. മാസത്തിലൊരിക്കൽ കുടുംബത്തിൽ എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു നല്ല കുടുംബയോഗമോ അല്ലെങ്കിൽ പൂജയോ പ്രാർത്ഥനകളോ ഭജനയോ ഒക്കെ സംഘടിപ്പിക്കുവാൻ സാധിക്കും. അതിന് ആവശ്യമായ പണം കണ്ടെത്തുകയും ചുമതലകൾ എല്ലാവരെയും ഏൽപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കും. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നല്ല വിജയം എത്തും. അസുഖത്തിന് അനാവശ്യമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വേണ്ടപ്പെട്ടവർ യാതൊരു കാരണവുമില്ലാതെ വിരോധികളായിത്തീരും. ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിക്കും. വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരുമെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് മുന്നേറുവാൻ സാധിക്കും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ ഇടവരും. ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരിയുടെ ആദരവോടുകൂടി പ്രവർത്തിക്കും. അപമാനം ഒഴിവാക്കുവാൻ നേതൃസ്ഥാനം ഒഴിയാനും ഭാവിയിലേക്ക് ശ്രമിക്കുന്നത്, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. ആശ്രിത ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായ പ്രവൃത്തികൾക്ക് ശ്രമിക്കും. സുഹൃത്തിന്റെ നൂതന സംരംഭങ്ങൾക്ക് സർവ്വവിധ ആദരങ്ങളും മംഗളകർമ്മങ്ങളും നേരുവാൻ ഇടവരും. പൊതുവെ പറഞ്ഞാൽ നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും ചെമ്പവിഴം ധരിക്കുന്നതും ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. മിഥുനൻ രാശിയിലുള്ളവർ മരതകരത്നം ധരിക്കുന്നത് രാശിനാഥനായ ബുധന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, മരതകരത്നം ധരിക്കുന്നത്, ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ മിഥുനൻ രാശിക്കാർക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ നൽകും. കഷ്ടതകളെല്ലാം മാറി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് മഹാലക്ഷ്മിയെ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുകയും ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദീപാരാധനയും നിറമാലയും വിളക്കുമൊക്കെ തൊഴുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും.
2025 ഏറ്റവും നല്ല ഫലങ്ങൾ ഉണ്ടാകുവാൻ മകയിരം നക്ഷത്രം ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും, ഇടവരാശിയിലാണെങ്കിലും മിഥുന രാശിയിൽപ്പെട്ടവർക്കായാലും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.